നമ്മളെ നിയോഗിക്കപ്പെട്ട ഈ കാലമാണ്. ആ കാലത്ത് അഭിമാനത്തോടു കൂടിയല്ലാതെ ഈ MSF കാലം ഓർത്തു പറയാൻ കഴിയാത്തവണ്ണം ചേർന്ന് നിന്നാണ് നമ്മൾ പൊരുതിയത്. എല്ലാവർക്കും അതിൻ്റെ സ്നേഹാഭിവാദ്യം ചേർത്ത് വെക്കുകയാണ്, നന്ദി ചേർത്ത് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് നാം നേരിട്ടതിൻ്റെ പ്രതിസന്ധികൾ നിരവധിയാണ്. ലോകത്ത് അൽഗോരിതം നിയന്ത്രിക്കുന്ന ഒരു ലോകമാണ്. നേർക്കാഴ്ചകൾ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന മനുഷ്യർക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലമാണ്. അതിർവരമ്പുകൾക്ക് മാത്രം വൈരുദ്ധ്യം വൈരാഗ്യം തീർക്കുന്ന ഒരു കാലം, മനുഷ്യർ വിശ്വാസമില്ലാത്ത കാലം. അന്വേഷിക്കുന്ന കർമ്മങ്ങളിൽ കാണുന്ന അൽഗോരിതത്തിൽ മാത്രം വാർത്തകൾ സൃഷ്ടിച്ച് അതിൽ മാത്രം അഭിരമിച്ച് അതിൽ മാത്രം കാഴ്ചകൾ കാണുകയും അതിനനുസരിച്ച് മാത്രം വിശ്വാസത്തെ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന പുതിയ കാലം. ആ കാലത്തോടാണ് നമ്മൾ ആദ്യം മല്ലിടിച്ചു തുടങ്ങിയത്. പുകമറകൾക്ക് മുമ്പിൽ പൊരുതിയത്, പോരാട്ടവീര്യം തീർത്തത് പാവപ്പെട്ട MSFകാരാണ്. തെരുവിലും ക്യാമ്പസിലും ഈ മുദ്രാവാക്യവുമായി കടന്നു പോകുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾക്കൊരു പകലുണ്ടാവുമെന്ന വിശ്വാസമാണ് നേതൃത്വം നമുക്ക് നൽകിയത്. അതിന് തുടർച്ചയെന്നോണം വിശ്വാസപൂർവ്വം മുന്നോട്ട് പോയപ്പോഴാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു കാലത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിഞ്ഞത് എന്നത് ഈ അവസരത്തിൽ ചേർത്ത് വെക്കുകയാണ്. അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. അത് പ്രിയപ്പെട്ടവരെ, ആരുടെ മുമ്പിലും ഞങ്ങളുടെ അഭിപ്രായങ്ങളോ നിലപാടുകളോ മാറ്റിവെച്ചല്ല, നേരായി നിന്നുകൊണ്ടാണ്. അതിൽ ചേർത്ത് വെക്കാൻ കഴിയുന്നതിന് രാഷ്ട്രീയം പഠിപ്പിച്ചത് ഈ ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരടി പോലും പിറകോട്ട് പോവാതെ നിലപാട് സ്വീകരിച്ചു പോവാൻ കഴിയുന്ന പ്രാപ്തമായ ഒരു നിലപാടിന്റെ പക്ഷമാണ് ലീഗെന്ന് ഞങ്ങളുടെ അടിത്തറയിൽ പാകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും ചോദ്യം ചെയ്യപ്പെടുമ്പോഴും എല്ലാ അർത്ഥത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അടിത്തറബദ്ധമായതുകൊണ്ടാണ്. അങ്ങനെ ഒരു പുതിയ കാലത്തിലേക്കാണ് നിങ്ങളെയും ക്ഷണിക്കുന്നത്. ഈ തലമുറയിലെ 7 ലക്ഷത്തോളം വരുന്ന പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഈ മെമ്പർഷിപ്പ് നൽകി ഈ പുതിയ MSFന്റെ കാലത്തേക്ക് നിങ്ങളെ ക്ഷണിച്ചത് ഇതേ ഒരു കാലത്തുള്ള എല്ലാ അതിർവരമ്പുകളും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ, എല്ലാ പോരാട്ടങ്ങളെയും മടിയില്ലാതെ പൊരുതിയ MSFന്റെ പുതിയ കാലത്തേക്ക് നിങ്ങൾ നടന്നെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ വഴിയിൽ ഏറ്റവും പ്രാപ്തമായ, ഏറ്റവും അനുയോജ്യമായ വഴി MSF തന്നെ എന്ന ബോധ്യത്തിലാണ് നിങ്ങളെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പിൽ നിരവധി പ്രതിസന്ധികൾ വരാറുണ്ട്. എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മൾ പറയുവാറുള്ളത് നമ്മളുടെ പക്ഷം പ്രത്യയശാസ്ത്രപരമായ പക്ഷമാണ് എന്നാണ്. ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്ത് വളർന്നു പന്തലിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് അതിപ്രധാനമായ ഒരു കാലമാണ്. ഏത് പാർട്ടികളും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ജനാധിപത്യത്തെ അടവ് നയമായി കൊണ്ടുപോകുമ്പോഴും അതിനപ്പുറത്ത് ലീഗ് ജനാധിപത്യം എന്നത് അതിൻ്റെ പ്രാണവായുവായി കൊണ്ടു നടന്ന സംഘടനയാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രാജ്യത്തിൻ്റെ കൂടെ, അതിന് താല്പര്യങ്ങളിൽ കൂടെ രാജ്യ പുരോഗതിക്ക് വേണ്ടി ഒരു ന്യൂനപക്ഷത്തെ തയ്യാറെടുക്കുവാനാണ് നമ്മൾ പരിശ്രമിച്ചത്. ഈ പാർട്ടി ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത് നമ്മൾ ന്യൂനപക്ഷമായത് കൊണ്ടാണ്. ആ ബോധ്യത്തിലാണ് ഈ പതാക നമ്മൾ പിടിക്കുന്നത്. ആ ന്യൂനപക്ഷ ബോധം ഈ നാട്ടിലെ സാധാരണക്കാരെ അധസ്ഥിത വിഭാഗക്കാരൻ്റെ പതിതന്റെ പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്നവന്റെ ഹൃദയവികാരങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ലോകത്തോട് പറയാനാണ് അവന് പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ ഏത് സഭയിലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാണ്. ഞങ്ങൾക്ക് എല്ലാ സഭയിലും എണ്ണിയെടുക്കാൻ ആയിരങ്ങൾ വേണമെന്നല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ പറയാൻ വേണ്ട ഇടങ്ങളിൽ ഞങ്ങൾ കാതോർത്ത് സംസാരിക്കാൻ മടിയില്ലാതെ, പൊരുതാൻ മടിയില്ലാതെ ഈ പതാക ഉണ്ടാവുമെന്ന പ്രഖ്യാപനമാണ്. ആൾക്കൂട്ടമല്ല, അതിനപ്പുറത്ത് നിലപാടിന്റെ പക്ഷമാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ ഈ തലമുറയിൽ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ കാലം എന്നത് ഏറ്റവും വൈകാരികമായി പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ കാലമാണ്. എല്ലാ അർത്ഥത്തിലും പോസിറ്റീവായ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു കാലം, എല്ലാം വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാലം. ആ കാലത്തുണ്ടാവുന്ന പ്രയാസങ്ങളെയും നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, ലോകത്ത് വ്യത്യസ്തമായ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനോടൊക്കെ സഹാനുഭൂതിയോടെ അല്ലാതെ നേരിടാൻ കഴിയില്ല. പരസ്പരം വിദ്വേഷം കൊണ്ടല്ല ആരുടെയെങ്കിലും ഇഷ്ടം നേടിയെടുക്കേണ്ടത്. പരസ്പരം വിദ്വേഷം കൊണ്ടല്ല ഒരു രാജ്യത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കേണ്ടത്. പരസ്പരം ഉണ്ടാക്കുന്ന വിദ്വേഷം കൊണ്ടല്ല ഹൃദയത്തെ ചേർത്ത് വെക്കേണ്ടത്. അതിനപ്പുറത്ത് സഹാനുഭൂതി എന്ന വൈകാരികതയാണ്. അതിനെ കൊണ്ടു നടക്കുകയും അത് ചേർത്ത് വെച്ചുള്ള പതാക സമൂഹത്തിൽ വിളിച്ചുകൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. നമുക്കുണ്ടാവുന്ന പ്രതിസന്ധിയിൽ എവിടെയെങ്കിലും നമ്മുടെ ലാഭമല്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പ്രിയ വിദ്യാർത്ഥികളോട്, ഈ തലമുറയിലെ വിദ്യാർത്ഥികളോട് പറയട്ടെ, രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമായി ഞങ്ങൾ നിൽക്കുന്നു എന്നത് അടിമത്വത്തിന്റെ വഴിയല്ല, നേരിന്റെ വഴിയിലേക്കുള്ള പക്ഷമാണ്. ആ പക്ഷത്ത് നിൽക്കാൻ ഒരു MSFകാരനും മടി കാണിക്കേണ്ടതില്ല എന്ന് ഈ സമൂഹത്തെ നോക്കി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്യാമ്പസിൽ ഇന്നും തുടരുന്ന റാഗിംഗ് ഉണ്ട്. നിങ്ങളുടെ പോരാട്ടം അതിനുവേണ്ടിയാവണമെന്ന് ഈ സമ്മേളനത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ അർത്ഥത്തിലും സൗകര്യമുള്ള ഒരു കാലത്ത്
ഏകാന്തതയായി ജീവിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റക്കിരിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, വിദ്യാർത്ഥികൾ. ഇനിയും പോരാട്ടങ്ങൾ തുടരേണ്ട ഒരു കാലമാണ്. ക്യാമ്പസിൽ റാഗിങ്ങിനെതിരെയുള്ള പോരാട്ടം MSFകാർക്ക് നിയോഗിക്കപ്പെട്ട ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. സർഗാത്മകത ലഹരി വിളയുന്നതാണെന്ന പൊതുബോധത്തെയാണ് നമ്മൾ തകർത്ത് കളഞ്ഞത്. അത് പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ലഹരി കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് സർഗാത്മകത എന്ന ബോധത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. തെരുവിലും ക്യാമ്പസിലും വിദ്യാർത്ഥികൾ നമ്മളെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്തം MSFൽ അധിഷ്ഠിതമാണ്. നമുക്ക് എല്ലാ അർത്ഥത്തിലും ഭരണഘടന കരുത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അരക്ഷിത ബോധമല്ല നമ്മൾ നയിക്കേണ്ടത്, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിലാണ് ഈ മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടായത്. ആ പ്രതീക്ഷയാണ് ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് വിദ്യാർത്ഥികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി കാണുമ്പോൾ വീണു പോവാനല്ല, തിരിച്ചു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകരാനാണ് ഈ പാർട്ടി ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഉണ്ടാവാൻ പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഒരു പുതിയ തലമുറയിൽ നല്ല കാലം കൊടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ തലമുറയുടെ വിദ്യാർത്ഥികളെ പോരാട്ടത്തിന് നൽകിയ പിന്തുണക്ക്, നിങ്ങൾ നൽകിയ എല്ലാ അർത്ഥത്തിലും പിന്തുണക്ക് അകമഴിഞ്ഞ നന്ദി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം കാലം എന്ന ഒരു വർഷം നീണ്ടുനിന്ന ഞങ്ങളുടെ ക്യാമ്പയിൻ, ഈ ക്യാമ്പയിൻ്റെ സമാപനമാണ് ഇവിടെ കുറിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഞങ്ങളുടെ ഈ ചടങ്ങിലെ ഉദ്ഘാടകർ നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലെ ചീഫ് ഗസ്റ്റ്
പ്രിയപ്പെട്ട നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ പ്രിയപ്പെട്ട അതിഥി നമ്മുടെ ഈ റാലിയുടെ പതാകർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വേദിയിലേക്ക് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ നമ്മോട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, അബ്ദുൽ സമദ് സമദാനി സാഹിബ്, ഹാരിസ് ബീരാൻ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ പൂർണ്ണമായി ഞങ്ങളുടെ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകി നിന്ന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ്, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട KP മജീദ് സാഹിബ്, മുഴുവൻ ആളുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നമ്മളോട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാഹിദ് സാഹിബാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹബീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് രാജി അലി ശിഹാബ് തങ്ങൾ എന്നിവരെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ MSFൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഞങ്ങളുടെ പോരാട്ടങ്ങളിൽ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് ദിശാബോധം നൽകിയ പ്രിയപ്പെട്ട ലീഡർ PM സാദിഖ് അലി സാഹിബിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CP ചെറിയ മുഹമ്മദ് സാഹിബ്, പ്രിയപ്പെട്ട ചെറിയ മുഹമ്മദ് സാഹിബിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ MSFൻ്റെ കാലത്തെ നിരീക്ഷകന്മാരായി പ്രിയപ്പെട്ട PM സാദിഖ് അലി സാഹിബും CP ചെറിയ മുഹമ്മദ് സാഹിബിനും ശേഷം ഞങ്ങൾക്കൊരു പുതിയ സെക്രട്ടറിയെ ഞങ്ങൾക്ക് നിരീക്ഷകനായി പാർട്ടി നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താനി സാഹിബാണ്. വളരെ ആദരപൂർവ്വം പറയട്ടെ, ഒരു MSFകാരനെ പോലെ ഈ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ കൂടെ നടക്കുകയും ഞങ്ങളുടെ വൈകാരികതയിൽ തന്നെ MSFൻ്റെ പ്രവർത്തനത്തെ കാണുകയും ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് നയിച്ച ലീഡറാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ MSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബൈർ സാഹിബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ദേശീയ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സാഹിബിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. MSFൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാൻ ലീഡർ പ്രിയപ്പെട്ട PK ഫിറോസ് സാഹിബിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട MSFൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ഞങ്ങളുടെ ലീഡർ TP അഷ്റഫ് അലി സാഹിബിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷിബു മീരാൻ സാഹിബിനെയും നേരത്തെ ഇവിടെ സംസാരിച്ച ഷിബു മീരാൻ സാഹിബിനെയും വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CT അഹമ്മദ് അലി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരുണ്ട്. കൂടാതെ ദേശീയ MSFൻ്റെ പ്രസിഡന്റ് അഹമ്മദ് സാജു അടക്കമുള്ള നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട ദേശീയ MSF നേതാക്കന്മാരടക്കം ഈ വേദിയിലുണ്ട്. എല്ലാ ആളുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങളുടെ MSFൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടങ്ങളിലും നേതാക്കന്മാർ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അവരുടെ പിറകെ നടന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു പേര് പരാമർശിക്കാതെ പോയാൽ അത് പൂർണ്ണമാവില്ല. ഈ ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ്. അദ്ദേഹം ഒരു MSFകാരനെ പോലെ സജീവമായി ഞങ്ങളുടെ കൂടെ നടന്ന്, ഞങ്ങൾ സാധാരണ ഈ അധ്യാപകന്മാർ പണ്ടൊക്കെ വടിപിടിച്ച് നടക്കാനുള്ളത് പോലെ ഞങ്ങളുടെ പിറകിൽ നടന്ന് ഞങ്ങളെ പണിയെടുപ്പിച്ച ലീഡറാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ PK നവാസ് സാഹിബ്, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അണമുറയാതെ വീണുപോവാതെ പോരാടിയ, പ്രതിസന്ധികളും പ്രയാസങ്ങളിലും വീണുപോവാതെ പാർട്ടിയുടെ പോരാട്ടങ്ങൾ മുന്നിൽ നയിച്ച, ഞങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് ദിശാബോധം നൽകി മുന്നോട്ട് പോയ, ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ഇവന്റുകളിലും സംഘടനാപരമായി കൃത്യമായി അതിൻ്റെ ഭാഗതയും തീർക്കുന്ന ഒരു സംഘാടകൻ എന്ന നിലക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലീഡർമാർക്കിടയിൽ ഒരു മാതൃകയായി ഞങ്ങൾ കാണുന്ന പ്രിയപ്പെട്ട സംസ്ഥാന MSF പ്രസിഡന്റിനെയും വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട MSF സംസ്ഥാന ട്രഷറർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അഷർ പെരുമുഖ്, വളരെ ആദരപൂർവ്വം ഞങ്ങളുടെ ഈ സഹപ്രവർത്തകനെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് വെച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. MSFൻ്റെ സംസ്ഥാന ഭാരവാഹികൾ മുഴുവൻ ആളുകളും വേദിയിലുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളുണ്ട്. പ്രിയപ്പെട്ട സംസ്ഥാന MSFൻ്റെ ഭാരവാഹികൾ KT റഹൂഫ്, ഫാരിസ് പൂക്കോട്ടൂർ, ബിലാൽ റഷീദ്, അഡ്വക്കേറ്റ് അൽത്താഫ് സുബൈർ, അനസ് എതിർത്തോട്, ഡോക്ടർ PH ആയിഷ ബാനു, ഫിറോസ് പള്ളത്ത്, നൗഫൽ കുളപ്പട, PA ജവാദ്, VM റഷാദ്, അഡ്വക്കേറ്റ് അൽ റസിൻ, അഡ്വക്കേറ്റ് മുനവർ അസാദത്ത്, ഇർഷാദ് മുഗ്രാൽ, സയ്യിദ് നജീബ് തങ്ങൾ, ഷാക്കിർ പാറയിൽ, അഡ്വക്കേറ്റ് റുമൈസ റഫീഖ്, അതുപോലെ ജില്ലാ MSFൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കബീറും വഹാബും, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വനിതാ ലീഗ് നേതാക്കന്മാർ, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂരും മുസ്തഫ തങ്ങളും ബാബ സാഹിബും ഷുക്കൂർ സലാഹി അടക്കമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സഹഭാരവാഹികൾ, എല്ലാ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട MLA മാർ വേദിയിലുണ്ട്.
മുഴുവൻ MLA-മാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഉദ്യമത്തിൽ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയവരുണ്ട്, സമർപ്പിച്ചവരുണ്ട്. സംഘടനയിൽ ഭാരവാഹി സ്ഥാനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ പോലും മാറി നിൽക്കാതെ ഞങ്ങളുടെ എല്ലാ വൈകാരികതയിലും ചേർന്ന് നിന്നവരുണ്ട്, ചിന്ത തന്നവരുണ്ട്, ചേർന്ന് നിന്നവരുണ്ട്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷപദത്തിലേക്ക് പ്രിയപ്പെട്ട നവാസ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല. MSF-ന്റെ നായകൻ ഒറ്റപ്പേര് PK നവാസ് ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷ ഭാഷണം നടത്തുന്നു.